നിങ്ങൾ ഇവിടെ ജനിക്കുന്ന ആളല്ല. ജനിക്കേണ്ടതല്ല. ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ കപ്പാസിറ്റി മനസ്സിലായല്ലോ. ഇനി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, കേട്ടോ? ആരും പറയാതെ എല്ലാം അറിയുന്നത് എന്താണ്? അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാതെ എല്ലാം പറയുന്നത് എന്താണെന്ന് പറയൂ. അതെ, അത് തന്നെ, മനസ്സ്. അത് നിനക്കില്ല. ആരാധിക്കുന്ന പുരുഷനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. നിന്റെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റിയേക്കും, എന്നാ എന്റെ മനസ്സിലിരിക്കുന്ന ദേവയെ ആ ഭഗവാൻ വിചാരിച്ച പോലെ ഒഴിവാക്കാനാവില്ല. ഐഷുവിന് നിന്നോട് ശരിക്കും സ്നേഹമുണ്ട്. നീ എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യുന്നേ? സത്യത്തിൽ നീ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ ഒരു കാവൽക്കാരനെ പോലെ മനസ്സിലെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരുങ്ങി തീരുകയാണ്. ഈ പോലീസ് ഉദ്യോഗത്തില് എല്ലാരും നിന്നെ കണ്ണുവച്ചിരിക്കുക. സൂക്ഷിക്കണേ മോനെ. നീ യൂണിഫോം ഇട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാ. എന്താ ഇത്? അച്ഛനും ഇങ്ങനെയായാൽ? ഡാഡി, ഡാഡി, എന്താ ഡാഡി, ഇന്ന് ഞങ്ങളുടെ ആനുവൽ ഡേയാ. ഡാഡി വരാന്ന് പ്രോമിസ് ചെയ്തതാ. അത് സാരമില്ല, ഡാഡിക്ക് ഡ്യൂട്ടി ഇല്ലേ, ഞാൻ കൊണ്ടുപോവാം. Come on, come on, come on! Come on, come on! Hurry up! Come on, come on, come on! Come on, Anjali! Come on! Fast, fast! Come on! Yes, yes! Yes! ദേ അമ്മ വിളിക്കുന്നുണ്ട്. അഞ്ജലി ചെല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ ഇത്? നിങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി ദേവയുടെ ഫയലാണ് സർ. ഇത് അർജന്റായിട്ട് ഡൽഹിക്ക് അയക്കേണ്ടതാ. ഇതാണോ ദേവ? യെസ് സർ, ഇതാണ് ദേവ. ഇവനെങ്ങനെ? ഇത്തവണ നമ്മുടെ സ്കൂളിൽ നടന്ന സ്പോർട്സ് കോമ്പറ്റീഷനിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ബേബി അഞ്ജനയാണ്. 100 മീറ്ററിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന, ലോങ് ജമ്പിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന, ഹൈ ജമ്പിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന, ഷോട്ട് പുട്ട് ഫസ്റ്റ് പ്രൈസ് ബേബി അഞ്ജന, ജാവലിൻ ത്രോ ഫസ്റ്റ് പ്രൈസ് ബേബി അഞ്ജന. ഹലോ ടൈഗർ, നമുക്ക് സെക്യൂരിറ്റി വന്നിരിക്കുന്നവൻ ദേവയല്ല, ഫ്രോഡാ. അവനെ ശ്രദ്ധിക്കേ, ഞാനിതാ വരുന്നു. മോളെ, മോളെ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓക്കെ? ഓക്കേ അങ്കിൾ. hours അവൻ ആരാണെന്നുള്ളതിന്റെ മൊത്തം ഡീറ്റെയിൽസിന്റെ ടേബിൾ ഉണ്ടാവണം. ഡാഡി, എന്താടാ പൊന്നെ? ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് ചേട്ടന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. ഹലോ ഹലോ. ഏയ് മാറോ.
പുറപ്പെടും മുമ്പ് എന്നോടൊരു വാക്ക് പറയാൻ വരുന്നില്ല നിനക്ക്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ അത് മുടക്കം വേണ്ടിയോ? എനിക്ക് എന്റെ മോനെ കാണണം, അല്ലാതെ പറ്റില്ല. സത്യം ഞാൻ പറയുന്നത്. എന്തോന്ന് പറയാനാടാ, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കാണണം, അതാ അവള് പറയുന്നത്. അതല്ല അച്ഛാ. അവന്റെ ബർത്ത്ഡേ ആണെന്നെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോന്റെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാൻ ഇരുന്നതല്ലേ. നിന്നെ കാത്തിരുന്ന് അവിടെ ക്ഷമ കെട്ടടാ. എടാ, ഈ കുഞ്ഞിനെ കൊണ്ടെങ്കിലും ഒന്ന് വിഷയിപ്പിക്ക്. ടെൻഷൻ എന്തിനാ ഡാഡി? ഡാഡിയും കൂടി വാ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാം. അതിനു വേണ്ടി ആരും മെനക്കെടണ്ട, ഞാൻ പോവാ. സത്യം ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് കാണണം അവനെ. കാണാൻ അവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? സത്യ സത്യ സത്യം മോളെ. മോളെ. സത്യം. സത്യം. എന്താ മോളെ? സത്യം മോളെ കൂട്ടിക്കൊണ്ടു പോ. ഹേയ്, എന്റെ ഫാമിലി ഒറ്റയ്ക്കില്ലടാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ. സ്റ്റോപ്പ്. ഐ വിൽ ഷൂട്ട് യു. വേഗം പോയിക്കോ. ഹേയ്, ഈ അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നിനക്ക് തന്ന സമയം കഴിഞ്ഞുപോയി. എന്റെ സമയം ഇപ്പോഴാ തുടങ്ങിയത്. ഒറ്റയടിക്ക് ഫാമിലിയെ മുഴുവൻ തീർക്കാവല്ലോ. എന്റെ മകൻ കൊല്ലപ്പെട്ടതുപോലെ ഈ കുടുംബത്തെ മുഴുവൻ കൊല്ലുന്നത് നോക്കിക്കോ. ഒരു തവണ അങ്ങോട്ട് നോക്കിയേ. എന്റെ ശത്രു എന്റെ കൈകൊണ്ട് വേണം ചാവാൻ. നീ ആരടാ അവനെ കൊല്ലാൻ? വീരാ! ഒന്നുമില്ല. Come on,
സിവിലേക്ക് എടുത്തോളൂ. അർജന്റ് ഓപ്പറേഷനാ വേണ്ടത്. വല്ലാത്ത ക്രിട്ടിക്കൽ പൊസിഷനാ. പ്രശ്നം വളരെ സീരിയസാ. സർജൻ വരാൻ 2 മണിക്കൂർ സമയമെടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് സാധ്യമല്ല മാഡം. ഷിഫ്റ്റ് ചെയ്യാൻ